ബഹുമാനപ്പെട്ട അച്ഛന്റെ സാന്നിധ്യവും ഈടിറ്റ വാക്കുകളും സംഭാവനകളും ഏറെ വിലമതിക്കത്തക്കതാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ചെറുക്കട്ടെ. എല്ലാ തിരുമേനിമാർക്കും വേണ്ടി, ഈ വയസ്സ് തിരുമേനി ഇപ്പോൾ പ്രസംഗിക്കും, എല്ലാവർക്കും വേണ്ടി, ഞാനായ സമുദായത്തിന് വേണ്ടി കൊച്ചുതാഴത്തച്ഛന്റെ പാദാന്തിയെ ഞങ്ങളുടെ അശ്രുഭൂതിയും ഞങ്ങളുടെ ബാഷ്പാഞ്ജലിയും ഞങ്ങളുടെ എല്ലാവരുടെയും അനുശോചനവും അറിയിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ വാക്കുകൾ ചെറുക്കട്ടെ. കോർബിസ്കോപ്പന്മാര്, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട കന്യാസ്ത്രീകളെ, സ്നേഹം നിറഞ്ഞ വിശ്വാസികളുടെ സമൂഹം, ക്രിസ്തീയ അന്ത്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് 1000 പ്രാവശ്യം ഉരുവിട്ടതായ കൊച്ചുതാഴത്തച്ഛൻ ഇന്ന് നമ്മോട് യാത്ര പറയുകയാണ്. ഈ വിശുദ്ധ മദ്ബഹായിൽ നിന്നും, ഈ ദേവാലയത്തിൽ നിന്നും ദൈവത്തോട് പ്രാർത്ഥിച്ചതായ ആ വലിയ പ്രാർത്ഥനയ്ക്ക് ഇന്ന് മറുപടി കിട്ടി. നല്ല ഒരു ക്രിസ്തീയ അന്ത്യത്തിന് പാത്രീഭൂതനായിട്ടാണ് ബഹുമാനപ്പെട്ട അച്ഛൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 5-6 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അച്ഛന്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ വളരെ സന്തോഷഭരിതനായിട്ടാണ് അച്ഛൻ ഇരിക്കുന്നത് കണ്ടത്. തന്റെ രോഗാവസ്ഥയിലും ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്തുകൊണ്ട്, ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്റെ ജീവിത അന്ത്യത്തെ ശരിയായ രീതിയിൽ നോക്കിക്കണ്ടതായ ഒരു വൈദിക ശ്രേഷ്ഠനാണ് ബഹുമാനപ്പെട്ട കൊച്ചാഴത്തച്ഛൻ. അമ്മായി ആ സമയത്തൊക്കെ പറയുകയുണ്ടായി, അച്ഛന്റെ പ്രയാസങ്ങളൊന്നും തന്നെ പറയുകയില്ല, എന്നാൽ അച്ഛൻ എപ്പോഴും സന്തോഷവാനായിട്ടാണ്. ഞാൻ ഏതാണ്ട് 1 മണിക്കൂർ സമയം അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹം നല്ല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും പറയുകയും കടന്നു വന്നുള്ളതായ സന്തോഷം അറിയിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഒരു വൈദികന്റെ ശ്രേഷ്ഠത അതാണ്. തന്റെ ജീവിതത്തിൽ നിരാശയില്ലായിരുന്നു. തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ദുഃഖം കടന്നു വന്നിട്ടില്ല. അച്ഛന്റെ മുഖത്ത് എപ്പോഴും നോക്കിയാൽ സന്തോഷത്തിന്റെ അനുഭവമാണ്. പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത നമ്മള് പട്ടക്കാരുടെ പ്രമേയോത്സുതരായി വായിച്ചു കേൾക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, ആത്മീയ ഗ്രന്ഥങ്ങളിൽ നോക്കിയിട്ടുള്ളതായ കണ്ണുകൾ ചിതലിനും പുഴുവിനും കൂടുകളായി ഭവിക്കരുത്. നിന്റെ വിശുദ്ധ മദ്ബഹായിൽ ചവിട്ടിയിട്ടുള്ള കാലുകളെ അഗ്നിക്കനലുകളിൽ ചവിട്ടുവാൻ വിട്ടുകൊടുക്കരുത്. നിന്റെ രഹസ്യങ്ങൾ ആഘോഷിച്ചിട്ടുള്ളതായ കൈകൾ ചുരുട്ടപ്പെടുമാർ വിട്ടുകൊടുക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നതായ ഒരു അനുഭവം. അതുകൊണ്ട് ഒരു വൈദികന്റെ ശ്രേഷ്ഠത, അനേക പ്രാവശ്യം തിരുശരീര രക്തങ്ങൾ ആഘോഷിച്ചിട്ടുള്ളതായ കൈകൾ, അനേക പ്രാവശ്യം ആത്മീയ ഗ്രന്ഥങ്ങൾ, വിശുദ്ധ തക്സായും വിശുദ്ധ സുവിശേഷവും കൈകളിൽ എടുത്തിട്ടുള്ളതായ നോക്കിയിട്ടുള്ളതായ കണ്ണുകൾ, അതോടൊപ്പം തന്നെ സ്വർഗീയ സിംഹാസനത്തിന്റെ പടികളിൽ ചവിട്ടിയതായ കാലുകൾ, അങ്ങനെ വിശുദ്ധമായ ഒരു അവയവങ്ങൾ, വിശുദ്ധമായ അവയവങ്ങൾക്ക് ഉടമയാണ് ഒരു വൈദികൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധനായിട്ട് ഈ ലോകത്തിൽ 42 വർഷക്കാലം ശുശ്രൂഷിക്കുവാനായിട്ട്, ദൈവത്തിന്റെ പുരോഹിതനായിട്ട് നമുക്ക് വേണ്ടി ദൈവത്തിന്റെ തിരുസന്നിധിയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചതായ ബഹുമാനപ്പെട്ട അച്ഛൻ, അനേകം പേരെ ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം വിശുദ്ധ മദ്ബഹായിൽ നിന്ന് ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതായ പുരോഹിതൻ, ആ പുരോഹിതന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ ശ്രേഷ്ഠമായ കാണുവാനായിട്ട് സാധ്യമല്ല. എങ്കിലും അമ്മായിയെയും ജൂലിയെയും ജോട്ടിയെയും ജ്യോതിയെയും എല്ലാം ദൈവത്തെ ആശ്വസിപ്പിക്കട്ടെ. അദ്ദേഹം ചെയ്തതായ ശുശ്രൂഷകൾ ആ കുടുംബത്തിന് തലമുറകളായിട്ട് അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമുദായത്തിന്റെ പേരിലുള്ളതായ പ്രത്യേകം അനുശോചനം ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട വികാരി അച്ഛനും കൊച്ചുകാലത്തച്ഛനെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത് ഞാൻ ഓർക്കുന്നത്, കൊച്ചുകാലത്തച്ഛൻ അച്ഛനെ പോലെ ആ കാലഘട്ടത്തിൽ ഇത്ര ഭംഗിയായി ആരാധന, ഞാൻ ചിലപ്പോഴും കോട്ടയത്ത് നിന്ന് നീളത്തേക്ക് പോകുമ്പോൾ എന്നോർക്കെ കൊച്ചുകാലത്തച്ഛൻ പുത്തമ്പള്ളിയിൽ കുർബാന ചെയ്യുമ്പോൾ
നിലമ്പേരി പള്ളി പോകുന്ന ഞങ്ങൾ ചിലപ്പം ഇവിടെ ഇറങ്ങി ഉച്ചാരണത്തിൻ്റെ കുർബാന അത് ഇവിടെ ആരാധനയിൽ പങ്കെടുത്തിട്ട് തിരിച്ച് പിന്നീട് നിലമ്പേരിക്ക് പോകാറുണ്ടായി. അത്ര മനോഹരമായ ആ കാലഘട്ടത്തിലെ ഇന്നും ഓർമ്മയിൽ നിൽക്കുന്ന ആ ശബ്ദം, അത് ഒരു പ്രത്യേക ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ചില യാത്രാമൊഴികൾ നേരം ഇന്ന് ഈ വിലാപയാത്രയിൽ ഞാൻ കണ്ടത് അനേക തിരുമേനിമാരെ, വാർത്തമാരെ, വന്യവൈദികരെ, ശമാശന്മാരെ, സിസ്റ്റേഴ്സ്, ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുമേ, അന്നയായ പ്രശ്നകാലത്ത് ജേഷ്ഠയുടെ വേർപാടിൽ ദുഃഖിതരാകുവാനും വേർപെട്ടു പോയതിൽ ദുഃഖിതരായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനുമായി നാം നടന്നു വന്നിരിക്കുകയാണ്. പൗരോഹിത്യ സംസ്കാര ശുശ്രൂഷയിലെ ഏഴാമത്തെ ശുശ്രൂഷയിൽ ഇപ്രകാരം ഗീതമായി ചേർത്തിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം മാത്രം ഞാൻ പറയുന്നത്, സമയം എനിക്ക് വളരെ കുറച്ച് മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. വികാരിച്ച് വളരെ ചുരുക്കമായി പറയുവാനായിട്ടാണ്. രാജ്യത്വം പൗരോഹിത്യം ഇവ രണ്ടും ദൈവനിയോഗത്താൽ ലഭ്യമാണ്. എന്നാൽ രാജാവിന് ലോകത്തിൽ മാത്രം ഭരണവും പുരോഹിതന് ഇഹത്തിലും പരത്തിലും ഭരണസ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നുവെന്ന് ഗീതത്തിൽ രാത്രിയിരിക്കുകയാണ്. അപ്പോൾ പുരോഹിതൻ ആരാണ്? ഇഹത്തിൽ ജനത്തെ ഭരിക്കുവാനും സ്വർഗത്തിൽ ജനത്തിനെ വഴി കാണിക്കുവാനും കഴിയുന്ന ഒരു രണ്ട് അവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാനമാണ് പൗരോഹിത്യം. അത് ലഭ്യമാകുവാൻ എല്ലാവർക്കും സാധിക്കുക. ദൈവം വിളിച്ചവന് മാത്രമേ അത് കഴിയുകയുള്ളൂ, ലഭ്യമാകൂ. പുരോഹിതനായി കഴിയുമ്പോൾ ഭവനക്കാരെല്ലാവരും അച്ഛൻ്റെ സഹോദരൻ, അച്ഛൻ്റെ മാതാവ്, അച്ഛൻ്റെ പിതാവ്, അച്ഛൻ്റെ മക്കൾ എന്നുള്ള കാര്യത്തിൽ അവർ അച്ഛൻ്റെ പേരിനാൽ അറിയപ്പെടുന്ന ഒരു വലിയ ഭാഗ്യത്തിലേക്ക് കടക്കുകയാണ്. ശുശ്രൂഷിക്കുവാൻ എനിക്കൊരു അവസരമുണ്ടായി. ആ കാലയളവിൽ ഇവിടെ ശുശ്രൂഷിച്ചിരുന്ന അന്നത്തെ കുര്യാക്കോസ് എന്ന് പറയുന്ന ശുശ്രൂഷക്കാരൻ എൻ്റെ ആരംഭത്തിൽ എന്നോട് പറഞ്ഞു, അച്ഛാ, കൊച്ചുനാളത്തെ ചാക്കോച്ചൻ നന്നായി പാട്ട് പാടുന്ന ഒരാളാണ്. അദ്ദേഹം ഇപ്പോൾ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുകയാണ്. അദ്ദേഹം നമുക്ക് പൗരോഹിത്യ പദവിയിലേക്ക് ഉയരുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നന്നായി പാട്ട് പാടുന്ന നല്ല സ്വരമാതിരിയുള്ള ഒരാളാണെന്ന് ഞാൻ അച്ഛനെ പരിചയപ്പെടുന്നില്ല. ഞാൻ ഇവിടെ കാണുന്നില്ല ദിവസങ്ങളായി. അദ്ദേഹം നാട്ടിലേക്ക് വന്നപ്പോൾ ഈ ശുശ്രൂഷക്കാരൻ എൻ്റെ അടുത്ത് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോകും. അച്ഛനെയും ഞാൻ കൂട്ടിക്കൊണ്ട് സെമിനാരിയിലേക്ക് പോയി തിരുമേനിയുമായിട്ട് കണ്ട് സംസാരിച്ചു. അത് ചാക്കോച്ചൻ എന്നാണ് വിളിക്കുന്നത്. പിന്നീട് പട്ടം കൊടുത്തപ്പോൾ ജേക്കബ് ശമാസൻ അച്ഛൻ എന്നൊക്കെ നമ്മൾ പറയാൻ തുടങ്ങി. അദ്ദേഹത്തെ തിരുമേനി നിർദ്ദേശിച്ചു, പട്ടം കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ശമാശ് പട്ടം തരാമെന്നും അതിനുശേഷം വൈദിക സെമിനാരിലേക്ക്, പഴയ സെമിനാരിൽ നിന്ന് സമുദായം യോജിച്ചു നിൽക്കുന്ന കാലമാണ്. നിലയിൽ എല്ലാവിധമായ ആ അനുശോചനം അറിയിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ വേർപെട്ടുകാരിൽ ആത്മാവിൽ നമ്മളോടുകൂടി ചേർന്ന് എന്ന് നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ആരാധനകളിലും നമ്മളോടുകൂടി സംബന്ധിച്ച് നമുക്ക് സന്തോഷിച്ച് കുർബാന ചെയ്യുവാൻ ഇടവരുമെന്ന് ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധമായ അനുശോചനം അറിയിച്ചതിന്റെ വാക്കുകൾ ദൈവത്തിന്റെ തിരുവേനിമാരെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ 32 വർഷത്തെ വളരെ അടുത്ത സൗഹൃദ ബന്ധമാണ് ബഹുമാനപ്പെട്ട കൊച്ചുകാലച്ചനുമായിട്ട് എനിക്കുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ 12 വർഷക്കാലം ഞാൻ തൊട്ടടുത്തുള്ള പള്ളിയിലെ വികാരിയായിട്ട് ഇവിടെ തന്നെ താമസിച്ച സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. ആ 12 വർഷക്കാലത്ത് ഞങ്ങൾ തമ്മിൽ കാണാത്ത ദിവസങ്ങൾ വളരെ ചുരുക്കമായി. അത് അഭിവൃദ്ധി തിരുവനന്തപുരമാർക്കും അറിയാം, അച്ഛന്മാർക്കറിയാം, ബാക്കിയുള്ള ആളുകൾക്കുമൊക്കെ അറിയാം. വേറെ ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളോട് കൂടി സൗഹൃദം പങ്കിടുന്ന പുഴവാനായിട്ട് ഈ അടുത്ത സ്ഥലത്തുള്ള ആളുകൾ. അങ്ങനെ വളരെ അടുത്ത ഒരു ബന്ധം പുലർത്തുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, വളരെ അധികം സുഹൃത്തുക്കൾ ഈ സഭയിലോ സമുദായത്തിലോ പെട്ടവർ മാത്രമല്ല, സഭാഭേദമന്യേ എല്ലായിടത്തും വൈദികരും അല്ലാത്തവരുമായിട്ട് ബഹുമാനപ്പെട്ട അച്ഛന് ഉണ്ടായിരുന്നു. അച്ഛന് ഈ സുഹൃത്തുക്കളോടൊക്കെ ആ സൗഹൃദ ബന്ധം നിലനിർത്തത്തക്ക രീതിയിലുള്ള ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഞാൻ നിത്യശാന്തി നേടുകയും നീതിമാന്മാരോടുകൂടി ദൈവം അദ്ദേഹത്തിന്റെ ആ ശുശ്രൂഷയ്ക്ക് പ്രതിഫലം നൽകി അദ്ദേഹത്തെ തന്നോടൊപ്പം വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ
ഈ വേർപാടില് തീരാ ദുഃഖം അനുഭവിക്കുന്ന കുടുംബത്തെ കുഞ്ഞുങ്ങളോടും മക്കളായ ജൂബി, ജ്യോതി, ജ്യോതി എല്ലാവരോടും ഉള്ള അനുശോചനം. അദ്ദേഹത്തിൻ്റെ സഹോദരനുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, ബഹുമാനപ്പെട്ട രജുമോനച്ചനുണ്ട്, ബാക്കി കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും വൈദികരും ഒക്കെ ആയ എല്ലാവരോടും ഉള്ളതായ അനുശോചനം ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പിതാക്കന്മാരെ, ഇത്രയും മന്യ വൈദിക ശ്രേഷ്ഠ ഏതാണ്ട് 20-25 വർഷക്കാലമായി പ്രവർത്തിച്ചു വരും. ചില കാലയളവിലൊക്കെ ഞങ്ങൾ ചോദിക്കാറുണ്ട് ഈ മാറ്റം ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ പറയും മരണം വരെ ഞാൻ എക്സ് ഒഫീഷ്യോ പ്രസിഡന്റാണ്. അതിൽ എനിക്ക് സ്ത്രീകളുടെ ഈ യോഗത്തിൽ വന്ന് സംബന്ധിക്കുന്നത് വളരെ സന്തോഷകരമാണ്. ഒരിക്കൽ തോമസ് കോർ എപ്പിസ്കോപ്പ അവരുകൾ എക്സ് ഒഫീഷ്യോ ആയിരുന്ന കാലയളവിൽ ജ്ഞാനായ വിമൻസ് അസോസിയേഷന് വേണ്ടി ഒരു ഭരണഘടന ഉണ്ടായി. ആ ഭരണഘടന കുറെ കൂടെ പുതുക്കിക്കൊണ്ട് രൂപീകരിക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ കാലയളവിൽ സാധിച്ചു. അസോസിയേഷൻ്റെ നാമത്തിൽ ഉള്ളതായ അനുശോചനം രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഇതിന് അവസരം തന്നതിനായി നന്ദി അറിയിക്കുകയും ചെയ്തു. പ്രിയങ്കരായ ഹിമേന്മാരെ, ബഹുമാനപ്പെട്ട കോർപ്പിസ്കോപ്പമാരെ, വൈദിക ശ്രേഷ്ഠരെ, കന്യാസ്ത്രീകളെ, ദുഃഖാർത്ഥരായ ബന്ധുമിത്രാദികളെ, സഹോദരി സഹോദരന്മാരെ, എൻ്റെ കുട്ടിക്കാലത്ത് നമ്മുടെ ഈ പള്ളിയിൽ യാക്കോബായ സഭയിലെ വടക്കൻ ഭദ്രാസനത്തിലെ മട്ടുമേലത്തിന് ഓണത്തിന് മുതലായവരായിരുന്നു ഇവിടെ ശുശ്രൂഷ ചെയ്തിരുന്നത്. അന്നത്തെ കാലത്ത് നമുക്കിവിടെ ദേശത്തുപെട്ടക്കാരുടെ അഭാവം മൂലം നമ്മുടെ കാലം ചെയ്ത അഭിമന്യ ക്ലീനിസ് നത്രാപോലിയുന്ന ബഹുമാനപ്പെട്ട കൊച്ചുകാലത്തിന് വൈദിക വൃത്തിയിലേക്ക് ഉയർത്തുകയും ഏകദേശം 14 വർഷത്തോളം നമ്മുടെ ഈ പള്ളിയുടെ സേവനം, അദ്ദേഹത്തിൻ്റെ സേവനം ലഭ്യമാക്കുകയും തുടർന്ന് പല പല പള്ളികളിൽ ട്രാൻസ്ഫറായി പോയെങ്കിലും നമ്മുടെ പള്ളിക്ക് വേണ്ടി ഉള്ള എല്ലാ സേവനങ്ങളും ഇടയ്ക്കിടെ വന്ന് മാർഗനിർദ്ദേശങ്ങൾ തരികയും എല്ലാം ചെയ്തിട്ടുള്ള ഒരു വൈദിക ശ്രേഷ്ഠനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ദേഹവിയോഗത്തിന് കുഷൻപള്ളി ഇടവയിലുള്ള അഗാധമായ ദുഃഖവും എൻ്റെ വ്യക്തിപരമായ ദുഃഖവും ഈ ബന്ധുപത്രങ്ങളുടെ എൻ്റെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു തീർന്ന ശേഷം അവൻ കാൽ കട്ടിൽമേലെടുത്ത് വെച്ചിട്ട് പ്രാണനെ വിട്ടു തന്റെ ജനത്തോട് ചേർന്നു. അപ്പോൾ യോസേഫ് ദാസന്മാരെ വിളിച്ച് ഏൽപ്പിച്ചു. ഒരുത്തനെ 5, ഒരുത്തനെ 2, ഒരുത്തനെ ഓരോ കക്കറോ വീതം
5 കപ്പറ വാങ്ങിയവൻ പോയി അതുകൊണ്ട് കച്ചവടം ചെയ്തു 5 കൂടെ ലാഭമുണ്ടാക്കി. അപ്രകാരം തന്നെ 2 വാങ്ങിയവനും 2 കൂടെ ലാഭമുണ്ടാക്കി. എന്നാൽ 1 വാങ്ങിയവനാകട്ടെ പോയി ഭൂമി കുഴിച്ച് യജമാനന്റെ ദൈവത്തെ ഒളിപ്പിച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുടെ കണക്ക് ചോദിച്ചു. അപ്പോൾ 5 കക്കറോ വാങ്ങിയവൻ വേറെ 5 കൂടെ കൊണ്ടുചെന്ന് എന്റെ യജമാനനെ അങ്ങ് 5 കക്കറയോ ആണല്ലോ തന്നത്, ഇത് അവയോടുകൂടെ വേറെ 5 ഞാൻ ലാഭമുണ്ടാക്കി എന്ന് പറഞ്ഞു. ആ യജമാനൻ അവനോട് കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ദാസ, അല്പത്തിൽ നീ വിശ്വസ്തനായിരുന്നു, അധികത്തിൽ ഞാൻ നിന്നെ അധികാരപ്പെടുത്തും, നീ യജമാന പ്രീതിയെ പ്രാപിക്കാൻ എന്ന് പറഞ്ഞു. അനന്തരം 2 കക്കറയും വാങ്ങിയവനും അടുത്ത് എന്ന് എന്റെ യജമാനനെ 2 കക്കറയിനാണല്ലോ അങ്ങനെക്ക് തന്നത്, ഇതാ അതിനോട് വേറെ 2 കൂടെ ഞാൻ ലാഭമുണ്ടാക്കിയിരിക്കുന്നു പറഞ്ഞു. യജമാനൻ അവനോട് കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നു, അധികത്തിൽ ഞാൻ നിന്നെ അധികാരപ്പെടുത്തും, നീ യജമാന പ്രീതി പ്രാപിക്കുക എന്ന് പറഞ്ഞു. അതിന്റെ ശേഷം 1 കക്കറോ വാങ്ങിയവനും അടുത്ത് ചെന്ന് എന്റെ യജമാനനെ, അങ്ങ് കഠിനനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനും വിതറാത്തടത്ത് ശേഖരിക്കുന്നവനുമാണെന്ന് എനിക്കറിയാമായിരുന്നതിനാൽ ഞാൻ ഭയപ്പെട്ട് പോയി ഭൂമിയിൽ അങ്ങയുടെ കക്കറോ ഒളിച്ചു വെച്ചു. ഇതാ അങ്ങയുടെ എന്ന് പറഞ്ഞു. യജമാനൻ അവനോട് മറുപടിയായിട്ട് പ്രകാരം പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ദാസ, ഞാൻ വിതയ്ക്കാത്തടത്ത് കൊയ്യുന്നവനും വിതറാത്തടത്തുനിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് നീ അറിഞ്ഞിരിക്കെ എന്റെ ദ്രവ്യം നീ പലിശക്കിടാതിരുന്നത് എന്തുകൊണ്ട്? ഞാൻ വന്ന് എന്റെ പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നല്ലോ. ഇവനിൽ നിന്ന് ആ കക്കറോ വാങ്ങി 10 കക്കറോ ഉള്ളവനെ കൊടുപ്പീൻ, എന്നാൽ ഉള്ളവനെ കൊടുക്കപ്പെടും, അവന് വർധനയുണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്നാകട്ടെ ഉള്ളതും കൂടി എടുക്കപ്പെടും. മടിയനായ ദാസനെ പുറത്ത് അന്ധകാലത്തിലേക്ക് തള്ളിവിടുന്നെന്ന് തള്ളിവിടുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയലായി മരണത്തിന്റെയും വിയോഗത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെ സർവ്വജനങ്ങളുടെ ദൈവമായ മിശിഹാ-തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നത് അരുളി ചെയ്തവനായ മിശിഹാ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്റെ മൃതശരീരം പുത്തമ്പള്ളി മദ്ബഹായിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. അവിടെ പുഷ്പശിലോമോയും സെൽവശിലോമോ എന്ന് പറയുന്ന ജീവിത സംഗേ നാദൻ നാദനെ മോദ ഉത്താനത്തിൻ നീയ ഗേവേൽ പാഞ്ചലും സ്തോത്ര പാടും പരിശുദ്ധ മദ്ബഹായെ സമാധാനത്തോ
ശുശ്രൂഷ നടത്തിയ ദേവാലയമേ, സമാധാനത്തോടെ വസിക്കുക. ദേവാലയത്തിന്റെ അലങ്കാരമായുള്ളവേ, സമാധാനത്തോടെ പോവുക. പരിശുദ്ധ ദേവാലയമേ, സമാധാനത്തോടെ വസിക്കുക. നിന്റെ സമാധാനം വാഴട്ടെ. പരിശുദ്ധ പ്രധാനാചാര്യന്മാരെ, സമാധാനത്തോടെ വസിക്കുക. പരിശുദ്ധ പുരോഹിത, സമാധാനത്തോടെ പോവുക. ദേവാലയങ്ങളുടെ മേലധികാരികളെ, സമാധാനത്തോടെ വസിപ്പീൻ. ങ്ങളുടെ തലവന്മാരെ, സമാധാനത്തോടെ വസിക്കുക.
സംസ്കരിക്കുന്നതിനായിട്ട് കല്ലറയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുള്ളതായ സൗകര്യം ഇതിന്റെ വോളണ്ടിയേഴ്സ് പ്രത്യേകമായിട്ട് ക്രമീകരിച്ചു തരണം. ഈ അഭിഷിക്തന്റെ മൃതശരീരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും മുന്നിലായി പ്രാർത്ഥിച്ചിട് ശുശ്രൂഷ വേളയിൽ എന്നെ ഓർപ്പിൻ നിങ്ങൾ. പാതാളത്തിൽ മൃതരെല്ലാം എഴുന്നേൽക്കുമ്പോൾ ശുദ്ധഗണത്തിൻ കൃപയാലെ ചേരണമെന്ന കൈകൂലി കൈക്കൊണ്ടിടാം. ഭീകരമയ്യോ ഞാനങ്ങനെ നേടും രക്ഷ. അനിശംനശ്വര ലോകത്തെ ഞാൻ വീക്ഷിച്ചു. ലോകത്തിൻ പാഴ്വേലകളിൽ ഞാൻ ഏർപ്പെട്ടു. ദൈവസുതാനിൻ രക്ഷയ്ക്കായി നോക്കിയിടുന്നേ. നിൻവരവിൽ നിൻ ഫലമാകെ നിർത്തണമെന്നെ. നീരിന്നും നീയാർന്നോ ഞാൻ നിർമ്മല റൂഹ. സ്തുതിപാടാൻ നിന്നെ കവറിന്നെഴുന്നേൽപ്പിക്കും. ജീവിതരും മൃതരായവരും കീർത്തിക്കുന്നു. കവറുകളിൽ നിന്നും നീ മൃതരെ ജീവിപ്പിക്കാം. തന്റെ ദൈവിക കൽപ്പനയാലും കർത്തൃഹിത പ്രകാരവും ഈ ആചാര്യനെ ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്നും യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായം ഈ ആചാര്യന്